ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. 2026 വർഷത്തിൽ ധാരാളം അധ്യാപക പരീക്ഷകൾ നമ്മൾക്കായി വരുന്നുണ്ട്. അപ്പൊ ഈ ഓരോ പരീക്ഷകൾക്കായിട്ട് അതിന്റെ കൃത്യമായ സിലബസുകൾ അനുസരിച്ച് കൃത്യമായ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് തയ്യാറെടുക്കാം. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെറ്റ് ഇംഗ്ലീഷിന്റെ കുറച്ച് മോക്ക് ടെസ്റ്റുകളാണ്. എന്താണ് ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് മോക്ക് ടെസ്റ്റുകളുടെ പ്രാധാന്യം? നമ്മൾ പഠിച്ചതും നമ്മൾ പഠിച്ച രീതി ശരിയാണോ എന്നും നമ്മൾ ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണോ, അവസാന വട്ട തയ്യാറെടുപ്പിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണോ, ഇതൊക്കെ അറിയാൻ നമ്മളെ സഹായിക്കുന്നത് മോക്ക് ടെസ്റ്റുകളാണ്. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന വഴി നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് കിട്ടും. ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ നോളജ് ഒക്കെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കും. നമുക്ക് അത്യാവശ്യം ഒന്ന് പൊടിയൊക്കെ തട്ടി നമ്മൾ സെറ്റ് ആവും. പിന്നെ നമുക്ക് തന്നെ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തന്നെ റൈറ്റ് ആൻസേഴ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആയിരിക്കും. നമ്മൾ നമുക്ക് തന്നെ ഒരു എനിക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ അറിയാമല്ലേ എന്നുള്ള ഒരു ഫീൽ നമുക്ക് വരെയുണ്ട്. സോ മോക്ക് ടെസ്റ്റുകൾ അത്രയും ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. The first question: language acquisition is best supported when learners are exposed to meaningful language use. Language acquisition എപ്പോഴാണ് നമുക്ക് അക്വിസിഷൻ സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ നാച്ചുറലി മീനിങ് സിറ്റുവേഷൻസിലേക്ക് എക്സ്പോസ്ഡ് ആവുമ്പോഴാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ് എങ്ങനെ ലാംഗ്വേജ് അക്വിസിറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, ലാംഗ്വേജ് ലേണിംഗ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ലാംഗ്വേജ് അക്വിസിഷൻ. രണ്ട് കൺസെപ്റ്റ് കാണും. അപ്പൊ ഒരു കുഞ്ഞ് ലാംഗ്വേജ് അക്വിസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ കുട്ടി അത് അവൻ കണ്ടും കേട്ടും അറിഞ്ഞും അവൻ ആ സിസ്റ്റത്തിലേക്ക് എക്സ്പോസ്ഡ് ആവുമ്പോഴാണ് ആ കുട്ടി അത് കൂടുതലായിട്ട് പഠിക്കുന്നത്. Which of the following is not a principle of communicative language teaching? CLT എന്ന് നമ്മൾ വിളിക്കുന്ന കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത്? Emphasize on grammar drills. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് അപ്രോച്ചിൽ നമ്മൾ കൂടുതലായിട്ടും ഈ നമ്മുടെ ഈ ഒരു ഗ്രാമർ ഡ്രിൽസിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അവരതിന് പകരം ഫോക്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്സ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്, അതുപോലെ തന്നെ സജസ്റ്റോപീഡിയ, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ്സിൽ എല്ലാം നിങ്ങൾ നോക്കണം. ഈ മെത്തേഡ്സിന്റെ മാക്സിമം നമ്പർ ഓഫ് MCQs നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് നല്ലൊരു ഈ ഒരു ഡിഫറെന്റ് മെത്തേഡ്സിനെ കുറിച്ച് നല്ലൊരു ധാരണ കിട്ടും. ഈ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ CLTയുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് തന്നെ ഫോക്കസിങ് ഓൺ സ്റ്റുഡൻസ് എബിലിറ്റി ടു യൂസ് ദ ലാംഗ്വേജ് എഫക്റ്റീവ്ലി ആൻഡ് അപ്രോപ്രിയേറ്റ്ലി ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ കുട്ടികൾക്ക് എങ്ങനെ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുന്നു, അതാണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ പണ്ടൊക്കെ ഈ കോമഡി ഷോസിലൊക്കെ കാണുമായിരുന്നു, ഈ മലയാളത്തിന്റെ വ്യാകരണം പഠിപ്പിക്കുന്ന അധ്യാപകന്റെ കയ്യിൽ നിന്നും ഒരു പേഴ്സ് ഒക്കെ ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആ അധ്യാപകൻ അവിടെ ഇരുന്ന് കർത്താവും കർമ്മവും ക്രിയയും ഒക്കെ ആലോചിച്ചിരുന്ന് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും കള്ളൻ പേഴ്സും കൊണ്ട് പോയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഗ്രാമർ റൂൾസിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്നല്ല, പക്ഷെ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് കൂടുതലായിട്ടും അവർ അപ്രോച്ച് ചെയ്യുന്നത് ഗ്രാമറിനേക്കാൾ കൂടുതലായിട്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻസിലാണ്. അതായത് ഒരു ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കി, കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കി അതിനകത്ത് ലാംഗ്വേജിനെ അവർ തളച്ചിടുന്നില്ല. അതിന് പകരം കുറേം കൂടി ഫ്രീ ആയിട്ട് കുട്ടികളെ ഇന്ററാക്ട് ചെയ്ത് റോൾ പ്ലേയിലൂടെ, ഡിസ്കഷനിലൂടെ, പ്രോബ്ലം സോൾവിങ്ങിലൂടെ ദേ ആർ ഏബിൾ ടു യൂസ് ലാംഗ്വേജ് ഇൻ ദ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അപ്പൊ അതാണ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് മേജർലി ഫോക്കസ് ചെയ്യുന്ന കാര്യം. അപ്പൊ ഈ പറയുന്ന എംഫസൈസ് ആൻഡ് ഗ്രാമർ ഡ്രിൽസ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നില്ല. വിച്ച് മെത്തേഡ് ബെസ്റ്റ് ഡെവലപ്പ് സ്പീക്കിംഗ് സ്കിൽസ്? നമുക്കറിയാം, ലാംഗ്വേജ് സ്കിൽസിൽ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതിൽ ഏത് സ്കില്ലാണ് കൂടുതലായിട്ടും സ്പീക്കിംഗ് സ്കില്ലിനെ എംഫസൈസ് ചെയ്യുന്നത്? ഏത് ആക്ടിവിറ്റിയാണ്? സൈലന്റ് റീഡിംഗ് ഒരിക്കലും സ്പീക്കിംഗ് സ്കില്ലിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കില്ല. ഡിക്റ്റേഷൻസ് അത് നമുക്ക് സ്പെല്ലിംഗ് പഠിക്കാനും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാനും അതിനെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ഗ്രാമർ വർക്ക്ഷീറ്റ്സ് ആണെങ്കിലും അത് നമ്മുടെ റൈറ്റിങ്ങിനെയും സെന്റൻസ് കൺസ്ട്രക്ഷനെയും ഒക്കെയാണ് കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്.
എന്നാൽ റോൾ പ്ലേയിൽ എന്താണ്, നമുക്ക് റിയൽ കമ്മ്യൂണിക്കേഷൻ ഒരു എക്സ്പോഷർ കിട്ടുകയാണ്, ഒരു റിയൽ സിറ്റുവേഷൻ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ റിയൽ സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ ഫ്ലുവൻസി ഇംപ്രൂവ്ഡ് ആവും. ഫ്ലുവൻസി ഇംപ്രൂവ്ഡ് ആവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പീക്കിംഗ് സ്കില്ല് നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്ലാസ് റൂം പ്രാക്ടീസ് പ്രൊമോട്ട്സ് ലേണർ ഓട്ടോണോമി? ഇന്ന് നമ്മൾ കടന്ന ക്ലാസ്സുകൾ എല്ലാം തന്നെ ലേണർ ഓട്ടോണോമസ് ക്ലാസ്സുകളാണ്. ടീച്ചർ പ്ലേ ദ റോൾ ഓഫ് എ ഫെസിലിറ്റേറ്റർ, മെന്റർ, ഗൈഡ് ഒക്കെയാണ്. പണ്ടൊരു ക്ലാസ്സിൽ ടീച്ചർ ഒരു 45 മിനിറ്റിന്റെ ലെക്ചർ നടത്തുന്ന സമയത്ത് ടീച്ചർ കുട്ടികൾക്കായി ഒരു 40 മിനിറ്റ്സിന്റെ ക്ലാസ് കൊടുക്കുകയും ഒരു 5 മിനിറ്റ്സ് ടീച്ചർ ലെക്ചറിന് എടുക്കുക. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നത് ലേണർ ഓട്ടോണോമി എൻഹാൻസ് ചെയ്യുന്ന പ്രാക്ടീസ് ആയിരിക്കും. നിങ്ങൾക്കറിയാം ക്ലാസ് റൂംസിലൊക്കെ കുറേ ആക്ടിവിറ്റീസ് കൊണ്ടുവരാറുണ്ട്. നമ്മൾ പേരൻസും കൂടുതലായിട്ടും നമ്മുടെ മക്കളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് സ്കൂളിലായിരിക്കും. കാരണം എന്താണ്, ആക്ടിവിറ്റി ഓറിയന്റഡ് സ്കൂൾസ് അല്ലെങ്കിൽ ക്ലാസ്സസ് ആണെങ്കിൽ കുട്ടികൾ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പഠിക്കും. ഒരു കാര്യം ഒരു ബൈഹാർട്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും എഫക്റ്റീവായിട്ട് അവരെന്ത് ചെയ്യും, ഹൗ ടു യൂസ് ദാറ്റ് ഇൻ ദ സിറ്റുവേഷൻ, ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ എങ്ങനെ യൂസ് ചെയ്യാം, അതായിരിക്കും അവരുടെ തോട്ടിലേക്ക് വരിക. സോ ഇതിനകത്ത് ലേണർ ഓട്ടോണോമി എൻഹാൻസ് ചെയ്യുന്ന ക്ലാസ് റൂം പ്രാക്ടീസ് ആണ് പിയർ ലേണിംഗ്. കുട്ടികൾ കൂട്ടം കൂടിയിരുന്ന് ഒരു വർത്താനമൊക്കെ പറഞ്ഞ് ആ ഒരു പിയർ ഗ്യാങ്ങിലിരുന്ന് പഠിക്കുമ്പോൾ അവർക്ക് പരസ്പരം അവർ എൻകറേജ് ചെയ്യും, പരസ്പരം അവർ ഒരുപാട് ആശയങ്ങൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആൻഡ് കുറേയും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ടും അറ്റ് ദ സെയിം ടൈം അവർക്ക് കൊളാബറേറ്റീവ് ലേണിംഗും അവർക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ കൂട്ടുകാരോട്, സമപ്രായക്കാരായ കുട്ടികളുടെ അടുത്ത് ഒരുപോലെ സംസാരിച്ച് ആസ്വദിച്ച് ലേണിംഗ് അറ്റ് ദർ ഓൺ പേസ്, ദർ ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് എവറിത്തിങ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരങ്ങനെ മൂവ് ചെയ്യുന്നത് കാരണം ഇവിടെ കുട്ടികളുടെ ലേണർ ഓട്ടോണോമി എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് നല്ല രീതിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്ലൂസീവ് ക്ലാസ് റൂം പ്രാക്ടീസ് എയിംസ് ടു ഡാഷ്. എന്താണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം പ്രാക്ടീസ്? നമുക്ക് ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ കാലമാണ്. അതായത് ഏതെങ്കിലും രീതിക്ക് നമ്മൾ പറയുന്ന പോലെ ഫിസിക്കലി ഗിഫ്റ്റഡ്, ഐ എം നോട്ട് സീയിങ് ദാറ്റ് വേർഡ്, ഫിസിക്കലി ഒക്കെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റഡ് ആൻഡ് അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവില്ലേ, ആ കുട്ടികൾ എന്തായിട്ടുണ്ടാവും, അവരെയും കൂടി ഇന്ന് പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമാക്കുകയാണ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ടുവരികയാണ്. അപ്പൊ എന്താണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം പ്രാക്ടീസ്? ദാറ്റ് അഡ്രസ് ഡൈവേഴ്സ് ലേണർ നീഡ്സ്. നമുക്ക് ഒരു ക്ലാസ്സിൽ ഉണ്ടാകുന്നത് ഒരു പെർട്ടിക്കുലർലി ഒരു ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്, സ്ലോ ലേണേഴ്സ്, ആവറേജ് സ്റ്റുഡൻസ്, അങ്ങനത്തെ ഒരു കൂട്ടം ത്തിന്റെ മിക്സ് ആയിരിക്കും ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ക്ലാസ് റൂമിൽ എബോവ് ആവറേജ് ഒരു ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ സ്ലോ ലേണേഴ്സ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് തന്നെ അതിന്റെ എല്ലാത്തിൻ്റെ ഒരു അമാൽഗം, ഒരു ബ്ലെൻഡഡ് വേർഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആണെങ്കിൽ ആ ടീച്ചർ പഠിപ്പിക്കുന്ന രീതി അങ്ങനെയായിരിക്കും. അതായത് ഒരു കാര്യം പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന ഗിഫ്റ്റഡ് കുട്ടികൾക്ക് അത് ഭയങ്കര ദേഷ്യമായിരിക്കും. കാരണം എന്താണ്, അവർക്ക് അത് കേട്ട് കേട്ട് അവർക്ക് ബോറടിക്കും. അതേസമയം സ്ലോ ലേണേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കും. കാരണം എന്താണ്, കിട്ടാത്ത കാര്യം അതൊക്കെ മെല്ലെ മെല്ലെ കിട്ടുന്നുണ്ടല്ലോ എന്നൊരു ഫീൽ വരും. അപ്പൊ ഇൻക്ലൂസീവ് ക്ലാസ് റൂം പ്രാക്ടീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ എത്ര വ്യത്യസ്തമായ കുട്ടികളുണ്ടോ അവരുടെ എല്ലാവരെയും നീഡ് അഡ്രസ്സ് ചെയ്യുന്ന രീതിക്ക് വേണം ക്ലാസ് കൊണ്ടുപോകാനായിട്ട്. So adapting the different methods of teaching that's suitable for everyone in the class. ഓക്കെ, അവിടെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും ആവശ്യത്തിനനുസരിച്ച്, ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർക്ക് ഇങ്ങനെ പഠിച്ച് മറ്റു കുട്ടികളുടെ ഒപ്പം എത്താൻ പറ്റുന്ന രീതിക്ക് വേണം ക്ലാസ്സിന്റെ കൊണ്ടുപോകാൻ. ഒരു പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ ഒരു 90% ഓഫ് കുട്ടികൾ ഗിഫ്റ്റഡ് ലേണേഴ്സ് ആണെങ്കിൽ, കുറച്ചൊരു സ്ലോ ലേണേഴ്സ് ആണെങ്കിൽ ഒരു പേസ് ഒന്ന് താത്തി ഈ സ്ലോ ലേണേഴ്സിന് ഒപ്പം എത്താൻ രീതിക്ക് പറയുക. ഗിഫ്റ്റഡ് ലേണേഴ്സിന് ബോറടിക്കാത്ത രീതിക്ക്, എന്നാൽ സ്ലോ ലേണേഴ്സിനെ ഒപ്പം കൊണ്ടുപോകുന്ന രീതിക്ക് പേസ് അഡ്ജസ്റ്റ് ചെയ്യാം. ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആക്ടിവിറ്റീസ്, അറ്റ് ദ സെയിം ടൈം മീഡിയം ആക്ടിവിറ്റീസ്, കോംപ്ലക്സ് ആക്ടിവിറ്റി കൊടുക്കുക. അപ്പോൾ സിമ്പിളും മീഡിയം ഒക്കെ സ്ലോ ലേണേഴ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് കോംപ്ലക്സ് ലേണേഴ്സിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഗിഫ്റ്റഡ് ലേണേഴ്സിലേക്ക് എത്തുമ്പോൾ അവർക്ക് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരും കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു, അവരും കുറച്ച് ആൻസർ ചെയ്തു. ഇപ്പം രണ്ടുപേരുടെ ആ ഒരു ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. Which of the following helps develop writing skills best? Copying from board,
ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യായിരിക്കും. ഗ്രാമർ എക്സസൈസസ്, മെമ്മറൈസിങ് എസ്സേസ്. പക്ഷെ എപ്പോഴും റൈറ്റിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ സ്കിൽസിന് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ലിസണിങ്ങും റീഡിങ്ങും പാസീവ് സ്കിൽസും, സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആക്റ്റീവ് സ്കിൽസുമാണ്. അപ്പൊ ഒരിക്കലും ഒരു ആക്റ്റീവ് സ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ കോപ്പി ഡൗൺ ചെയ്യുന്നതല്ല. യു ഹാവ് ടു create it, you have to think and produce it. So ഫ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ്. ഫ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമുക്കിപ്പോൾ നമ്മൾ എസ് റൈറ്റിംഗ് കോമ്പറ്റീഷനിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ടോപ്പിക്ക് തരും. അപ്പം ചിലപ്പോൾ നമ്മുടെ തോട്ട്സ് നമ്മൾ ആ ടോപ്പിക്കിലേക്ക് നമ്മളൊന്ന് ചുരുക്കേണ്ടി വരും. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് വാട്ട് എവർ യു ലൈക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ഒരു ഇമാജിനേഷൻ ഇങ്ങനെ മാക്സിമം എത്തിച്ചിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലെ ആശയങ്ങളെല്ലാം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും. സോ ഫ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് എപ്പോഴും റൈറ്റിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ ദ ബെസ്റ്റ്. ഓക്കെ, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തോളൂ. ഐ ഹോപ്പ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്.